ട്രയൽ റണ്ണിൽ തന്നെ 9 വമ്പൻ മദർഷിപ്പുകൾ, കണ്ടെയ്നർ ഷിപ്പുകൾ വിഴിഞ്ഞത്ത് വന്ന കാര്യം ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചു. ഏറ്റവും അവസാനം 9ാമത് വന്നത് ഇതുവരെ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദക്ഷിണേഷ്യയിൽ വരെ ഇതുവരെ വന്നിട്ടില്ലാത്ത ഏറ്റവും വലിയ ലോകത്തെ നാലാമത്തെ കപ്പലായ ക്ലോത് ഗെറാൾഡിൻ്റെ കാര്യവും ഞങ്ങൾ സൂചിപ്പിച്ചു. ഇനി അടുത്ത നീണ്ട പട്ടികയാണ്. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ 1/2 ഡസനിലധികം വൻ മദർഷിപ്പുകളാണ് വീണ്ടും വിഴിഞ്ഞത്തേക്ക് വരുന്നത്. നാളെയും മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസങ്ങളിലായിട്ട്. അത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSCയുടെ മാത്രം മദർഷിപ്പുകളല്ല, മറ്റ് കമ്പനികളുടെ മദർഷിപ്പുകളും വന്നു തുടങ്ങിയിരിക്കുന്നു. വൈകാതെ എവർഗ്രീൻ പോലുള്ള ഗ്രൂപ്പിൻ്റെ മദർ വെസലുകളും വിഴിഞ്ഞത്ത് എത്തുമെന്ന് അവർ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ വിഴിഞ്ഞം കുതിക്കുകയാണ് എന്ന് ഞങ്ങൾ ഇന്നലെ പറഞ്ഞ ആ പ്രയോഗം എത്രമാത്രം ശരിയാണെന്ന് ഒന്ന് ചിന്തിക്കുക. ഒരാഴ്ചയ്ക്കുള്ളിൽ 7ഓളം കപ്പലുകൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ 1-ലധികം കപ്പൽ വരുന്നുണ്ട്. 6 ദിവസം കൊണ്ട് ഒരു ദിവസം 2 കപ്പൽ വരുന്ന ദിവസങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പ്രകാരം. വിഴിഞ്ഞത്തിനടുത്തുള്ള പല തുറമുഖങ്ങളിൽ കൂടെ അതിങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കപ്പലുകൾ കേരളത്തിൻ്റെ തീരത്തേക്ക്. അപ്പോൾ ഇന്ത്യയുടെ മാരിടൈം ഹബ്ബ് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം ഇപ്പം തന്നെ നടപ്പായി കഴിഞ്ഞു. വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മാരിടൈം കവാടം, ഹബ്ബ് എന്ന് പ്രഖ്യാപനം വരാതെ തന്നെ ആയിക്കഴിഞ്ഞു. ഇനി ഔദ്യോഗിക പ്രഖ്യാപനത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഔപചാരികമായ ഉദ്ഘാടനം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഓണത്തിന് നടത്താനിരുന്നതാണ്, എന്നാൽ ചില സാങ്കേതിക കാര്യങ്ങളൊക്കെ കൊണ്ട് അത് അല്പം വൈകിപ്പോയിട്ടുണ്ട്. വൈകാതെ ഉദ്ഘാടന തീയതി പ്രഖ്യാപിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ഇത്രയും കാര്യങ്ങൾ ഓരോ ദിവസവും ഓരോരോ പുതിയ വാർത്തകളാണ്. ഞങ്ങളിന്ന് ഇതോടൊപ്പം പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞു വിഴിഞ്ഞത്തിൻ്റെ പൂർണ്ണ സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ, കേരളത്തിനും പ്രയോജനപ്പെടണമെങ്കിൽ ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായിട്ട് മാത്രം പ്രവർത്തിച്ചാൽ പോരാ. വൻ മദർഷിപ്പുകളിൽ വരുന്ന കണ്ടെയ്നറുകൾ ചെറിയ ഷിപ്പുകളിലേക്ക് മാറ്റിക്കൊണ്ടുപോവുകയും മദർഷിപ്പിൽ നിന്നിലേക്ക് കൂടുതൽ കയറ്റിക്കൊണ്ടുപോവുകയും മറ്റൊരു തുറമുഖത്തേക്ക് പോകുന്ന ഷിപ്മെൻറ്റ് മാത്രം പോരാ. ഹബിനൊപ്പം നമ്മുടെ വാണിജ്യ വ്യവസായ തൊഴിൽ മേഖലകളിൽ കൂടി വിഴിഞ്ഞത്തിൻ്റെ പ്രയോജനം കിട്ടണമെങ്കിൽ അനുബന്ധ സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് കിഫ്ബിയിൽപ്പെടുത്തിയായാലും അല്ലെങ്കിലും എത്രയും വേഗം ഈ പറയുന്ന ഔട്ടർ റിംഗ് റോഡ്, ഇടനാഴി, പിന്നെ റെയിൽ, NH കണക്ടിവിറ്റി, 3 കാര്യങ്ങൾ എത്രയും വേഗം മുന്നോട്ട് പോയാലേ വിഴിഞ്ഞത്തിൻ്റെ പ്രയോജനം കൂടുതലായിട്ട് കേരളത്തിന് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ അടിവരയിട്ട് കാണുക. അതോടൊപ്പം തൊഴിൽ മേഖലയിലെ ചില പുതിയ പ്രഖ്യാപനങ്ങൾ വളരെ സന്തോഷത്തോടെ ഓണസമ്മാനമായിട്ട് നമുക്കിവിടെ വിഴിഞ്ഞത്തെപ്പറ്റി കാണാൻ സാധിക്കും. വിഴിഞ്ഞം തൊഴിൽ തരുമോ എന്നൊക്കെ പലരും സംശയിച്ചു. ഇപ്പം ഇന്നലെ വരെ ചിലർ പറയുന്നുണ്ട് ഇത് വെറും ട്രാൻസ്ഷിപ്മെൻ്റ് അല്ലേ, ഒരു കപ്പൽ വരുന്നു, വലിയ കപ്പൽ, അതിൽ നിന്ന് ചെറിയ കപ്പലിലേക്ക് മാറ്റുന്നു, അതുവഴി കൊണ്ടുപോകുന്നു, കേരളത്തിന് എന്ത് മണ്ണാങ്കട്ട കിട്ടുന്നു എന്ന് ചോദിക്കുന്ന ചില ഈ വലിയ വിദഗ്ധരുണ്ട്, സബ്ജക്റ്റ് എക്സ്പേർട്ടുകളുണ്ട്. അവർക്ക് കൂടി ഒരു മറുപടി ഞങ്ങൾ ഇന്ന് തരികയാണ്. തൊഴിൽ മേഖലയിൽ വരുന്നു തൊഴിലുകൾ, ചെറിയ ശമ്പളത്തിനല്ല, വലിയ ശമ്പളത്തിന്, 3 ലക്ഷത്തിനും 6 ലക്ഷത്തിനും രൂപ ശമ്പളം പ്രതിമാസം 3 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ ശമ്പളത്തിന് ജോലി വിഴിഞ്ഞത്ത് ഓഫർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ആരാണ്? ചെറിയ പുള്ളികളല്ല ഓഫർ ചെയ്യുന്നത്, MSC തന്നെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ കപ്പലുകൾ വിഴിഞ്ഞത്തടിപ്പിച്ച രാജ്യാന്തര ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ, ചരക്ക് ഗതാഗത കമ്പനിയായ MSC, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, ട്രെയിനുകളെ വിളിച്ചുകൊണ്ടുള്ള തൊഴിൽ നോട്ടീസ് ഇറക്കിയിരിക്കുന്നു, എംപ്ലോയ്മെന്റ് നോട്ടീസ്. സെപ്റ്റംബർ 11 മുതൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ബിടെക് പാസ്സായവർക്ക് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ വിഷയങ്ങളിൽ ബിടെക് പാസ്സായവർക്ക് വലിയ തൊഴിലാണ് കാത്തിരിക്കുന്നത് വിഴിഞ്ഞത്ത്, അല്ലെങ്കിൽ MSCയുമായി ബന്ധപ്പെട്ട് 2 പോസ്റ്റുകളിലേക്കാണ് അവർ വിളിച്ചിരിക്കുന്നത്. ഇപ്പം ഡിഗ്രി പാസ്സായ, ബിടെക് പാസ്സായ 27 വയസ്സിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികൾ, ചെറുപ്പക്കാർ, പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം.
ആൺകുട്ടികൾക്ക് മാത്രമല്ല. 2 പോസ്റ്റിലേക്കാണ് MSCയുടെ ട്രെയിനിങ് ഡിവിഷനായ MSCയിലേക്ക് ജോലിക്കെടുക്കുന്ന ട്രെയിനിങ്ങും പരീക്ഷ നടത്തുന്ന അവരുടെ ഡിവിഷനാണ് MSC ക്രൂവിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. MSC ക്രൂവിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് അവര് 2 പോസ്റ്റുകളിലേക്ക്, അതായത് ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയർ, അതിന്റെ ഷോർട്ട് ഫോമാണ് GME തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 2 ട്രെയിനി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. ഈ 2 പോസ്റ്റുകളിലേക്കാണ് സെപ്റ്റംബർ 15 മുതൽ ആപ്ലിക്കേഷൻസ് വിളിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസം 14-15 തീയതികളിൽ പരീക്ഷ നടത്തുകയാണ് അവർ. അതിവേഗം അവരെ പരീക്ഷ നടത്തിയിട്ട് ട്രെയിനിങ് ഡിവിഷനിലേക്ക് തിരഞ്ഞെടുക്കാനാണ് MSC ഉദ്ദേശിക്കുന്നത്. അപ്പൊ MSC ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി ഒരു കളി കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വിഴിഞ്ഞത്ത്. അതിൻ്റെ അടുത്ത ഘട്ടമാണിത്. ചരക്ക് ഗതാഗതം മാത്രമല്ല, ഇവിടുന്ന് മനുഷ്യശേഷിയെ തിരഞ്ഞെടുക്കാനും ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാനും അതും വലിയ ശമ്പളത്തിന് തൊഴിൽ നൽകാനും MSC ഇതാ മുന്നോട്ട് വന്നിരിക്കുന്നു. ഇനി ഇതിന് പിന്നാലെ മറ്റു പല മാരിടൈം കമ്പനികളും വരുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. ഇത് ആദ്യത്തെ സ്റ്റെപ്പാണിത്. അപ്പോൾ ശമ്പളം ഈ പറയുന്ന ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയർക്ക് GME തസ്തികയ്ക്ക് 3 വർഷം കഴിയുമ്പോൾ, ട്രെയിനിങ്ങും പ്ലേസ്മെന്റും കഴിഞ്ഞ് ഒരു പ്രൊമോഷൻ കഴിഞ്ഞ് അടുത്ത പദവിയിലെത്തുമ്പോൾ 3 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന ശമ്പളം 6 ലക്ഷം രൂപ വരെയാണ്. പ്രതിമാസം, ഒരു മാസമാണ് 6 ലക്ഷം രൂപ ശമ്പളം 3 കൊല്ലം കഴിയുമ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അതേപോലെ ട്രെയിനി ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ട്രെയിനിയായിട്ട് ചേരുന്നവർക്ക് 5 വർഷത്തിനുള്ളിൽ അവർ സൂപ്രണ്ടിങ് എഞ്ചിനീയർ തസ്തികയിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോൾ അവർ കിട്ടുന്ന ശമ്പളം 3.3 ലക്ഷം രൂപ പ്രതിമാസം. 3.3 ലക്ഷം രൂപ. അപ്പോൾ ഇപ്പൊ ട്രെയിനിയായിട്ട് ചേരുമ്പോൾ കിട്ടുന്ന സ്റ്റൈഫൻഡ് തന്നെ എത്ര വലിയൊരു തുകയായിരിക്കും നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ വിഴിഞ്ഞം ഒരു വഴിയാണ്, ഭാവിയിലേക്കുള്ള വഴിയാണ് വിഴിഞ്ഞം തുറന്നിടുന്നത്. ചെറുപ്പക്കാർക്ക് തൊഴിൽ, മറ്റുള്ളവർക്ക് ബിസിനസ് ചെയ്യാൻ അവസരം, ഇതെല്ലാമാണ് വിഴിഞ്ഞം വഴി ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിരിക്കുന്നത്. ഒരു തുടക്കം മാത്രമാണ്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും പുതിയ പുതിയ പദ്ധതികളുമായിട്ട് പുതിയ മാരിടൈം കമ്പനികൾ വരുന്നത്, വിഴിഞ്ഞത്തേക്ക് വരുന്നത്. ഇപ്പം ഇതിലേക്ക് MSCയുടെ ട്രെയിനിങ് ഡിവിഷനിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒരു കാര്യം കൂടിയുണ്ട്. വാട്സപ്പ് ചെയ്താൽ മതി ആപ്ലിക്കേഷൻ. അവരുടെ സൈറ്റിൽ പോയിട്ട്, വെബ്സൈറ്റ് ഉണ്ട്, ഈ പറയുന്ന MSC ക്രൂവിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് നെറ്റിൽ പോയി ഗൂഗിൾ ചെയ്താൽ അവരുടെ വെബ്സൈറ്റ് തുറക്കപ്പെടും. അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇത് അയക്കേണ്ട വാട്സപ്പ് നമ്പറും അവർ തരുന്നുണ്ട്. അതായത് MSC എക്സാം എന്ന ടൈറ്റിൽ കൊടുത്തിട്ട്, MSC എക്സാം എന്ന ടൈറ്റിൽ കൊടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്താൽ മതി. ആ വാട്സപ്പ് നമ്പർ കൂടി ഞങ്ങൾ പറയാം. 9847124633. ഒന്നുകൂടി പറയാം, 9847124633. ഇതാണ് MSCയുടെ ട്രെയിനിങ് ഡിവിഷനിലേക്കുള്ള വാട്സപ്പ് അയക്കേണ്ടുന്ന വാട്സപ്പ് നമ്പർ. ഇതാണ്. അപ്പോൾ വളരെ നമുക്ക് ഓണം സംബന്ധിച്ച് വലിയ ഒരു ഓണസമ്മാനമാണ് വിഴിഞ്ഞം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ സമ്മാനമല്ല, ഓരോരോ സമ്മാനങ്ങൾ ഓരോ ദിവസവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മദർഷിപ്പുകൾ വരുന്ന രീതിയിലും ഇപ്പോൾ ഇത്തരം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിലൂടെയും പുതിയ ഓണസമ്മാനങ്ങൾ നമുക്ക് വിഴിഞ്ഞം തന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും.